നമസ്കാരം. തെറ്റുപറ്റിയാലും അവിടെ കിടന്ന ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി വീണ്ടും വീണ്ടും ആ വിവാദത്തിൽ അള്ളിപിടിച്ചിട്ട് നിൽക്കുക എന്നത് CPM സഖാക്കന്മാരെ സംബന്ധിച്ച ഒരു സ്ഥിരം ശീലമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന കഫീർ വിവാദത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ചില CPM നേതാക്കന്മാർ ഇതിൽ നിന്ന് അള്ളിപിടിച്ച് ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഈ വിവാദത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ മിണ്ടിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, മിണ്ടിക്കഴിഞ്ഞാൽ പാർട്ടിക്കെതിരെ പറയേണ്ടി വരും, തെറ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണ് എന്നതൊക്കെ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനൊന്നും ഈ വിഷയത്തിൽ വലിയ വിശദീകരണമൊന്നും നൽകാൻ നിന്നിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും ക്യാപ്സ്യൂൾ ഇറക്കുന്ന ചില സഖാക്കന്മാരുണ്ട് കേരളത്തിൽ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ LDFനെ ന്യായീകരിച്ചുകൊണ്ടാണ് അങ്ങനെ CPM നേതാവായിട്ടുള്ള EP ജയരാജൻ രംഗത്തെത്തുന്നത്. ഇനിയെല്ലാം കോടതിയിൽ വെച്ച് കാണാമെന്നും കേസ് കോടതിയിലെത്തുമ്പോൾ എല്ലാം തെളിയുമെന്നും തങ്ങൾ തെളിവ് ഹാജരാക്കുമെന്നും EP ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്നു. കേസ് കോടതിയിൽ വരുമ്പോൾ കോടതി മുമ്പാകെ ഞങ്ങളെല്ലാം ഹാജരാക്കും. പിന്നിൽ UDF തന്നെ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വിവാദം കോടതിയിലാണ് തെളിയിക്കേണ്ടതെന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. UDFന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പങ്കാളിത്തവും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങൾ വച്ചുകൊണ്ട് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. UDFന്റെ കൈപ്പിശവുണ്ടായിട്ടുണ്ടോ എന്നും EP ജയരാജൻ ചോദിക്കുകയുണ്ടായി. ഞങ്ങളുടെ കൈവശമുള്ള തെളിവുകളൊക്കെ രേഖകൾ തങ്ങൾ കോടതിയിൽ ഹാജരാക്കുമെന്നും കേസിനെ കുറിച്ച് പറയേണ്ടത് UDF അല്ല, ഇത് കോടതി നിശ്ചയിക്കുമെന്നും അദ്ദേഹം പറയുന്നു. എല്ലാവരുടെയും പങ്കാളിത്തം കോടതിയിൽ ഹാജരാക്കും. എല്ലാം LDF ആണ് എന്ന് പറഞ്ഞ് LDFന് മേൽ കുറ്റം ചുമത്താനാണ് അവർ ശ്രമിക്കുന്നത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ്. ഇനി കോടതിയിൽ വെച്ച് കാണാം എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒരു വാർത്ത വന്നാൽ ആരായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. ഇതിലെന്താണ് തെറ്റെന്നും കോടതിയിൽ തങ്ങൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുമെന്നും EP ജയരാജൻ പറയുന്നു. ഏതായാലും CPMന്റെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ആരാണ് ഇതിന് പിന്നിൽ, ആരാണ് കാഫിർ വിവാദം പടച്ചുവിട്ടത് എന്നുള്ള കാര്യം കാണാൻ മറയത് തന്നെയാണ്. തെളിവുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഈ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചവരുടെ റിപ്പോർട്ടുകൾ മാത്രമാണ് കണ്ടെത്തിയത്. പക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ ആരുടെ മനസ്സിലാണ് ആശയം ഉദിച്ചത്? ഈ ആശയം ആരെങ്കിലും കരാറായി കൊടുത്തതാണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരാനുണ്ട്. അതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പാണ് ഇപ്പോൾ തങ്ങൾ ഇതിലൊന്നും കുറ്റക്കാരെയല്ല എന്നുള്ള രീതിയിൽ UDFന് മേൽ കുറ്റം ചുമത്തുന്ന രീതിയിലൊക്കെ തന്നെ EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്.